തുടങ്ങിയാല് ശരീരത്തിന് ഉന്മേഷമൊക്കെ കിട്ടും. നീ അമ്മയോട് കുടിച്ച് രസിക്കുന്നതോ? നീ ഇതൊന്ന് കുടിച്ചു നോക്കണി. എന്നെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിതൊന്ന് കുടിച്ച് ഇറക്കുന്നത്. അമ്മേ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ആ മോനെ, നീയും പോയി ഒന്ന് നന്നാടാ. മോളുണ്ടല്ലോ, അതെന്തേ ഞാൻ ഉണ്ടാക്കിയതല്ല ഇട്ടിട്ട് അവളെന്നെ പഴമ ദുഃഖത്തിലാക്കിയിട്ട് പോയാണ്. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ആരെ കാണുന്നില്ല. എടാ വരൂടാ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. വരുന്നുണ്ട്, നിന്റെ കയ്യിലെ സിഗരറ്റ്. ചേട്ടാ, ഫസ്റ്റ് ഇയർ ബേസിക് ഫിസിക്സിന്റെ ക്ലാസ് ഇവിടെ പറയാമല്ലോ, പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാറുണ്ട്. അത് ശരിയാ. എന്താ നിന്റെ പേര്? എന്റെ പേര് മനു. മനു, എവിടാ നിന്റെ വീട്? ചങ്ങനാശ്ശേരിയില്ല. ചേട്ടാ, ക്ലാസ് പറയാനെങ്കിൽ ഞാനൊന്ന് പോകായിരുന്നു. ആട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാമോ? ഇല്ല, അങ്ങനൊന്നും എനിക്കറിയില്ല. അയ്യേ, അറിയത്തില്ലയോ? എടാ ഇവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണവനെ. പാവം ചെറുക്കൻ. ഞാൻ പഠിപ്പിച്ച ഇനി വാ, ഞാൻ പഠിപ്പിച്ചു തരാം. വെള്ളത്തിന് വേണ്ടി ടാപ്പ് എങ്ങനെ തിരിക്കുന്നത് ഒന്ന് കാണിച്ചേ. ഒന്ന് ഇങ്ങനെ തിരിച്ചാ മതി. ആ, കൊള്ളാം കൊള്ളാം. എങ്ങനെ നമ്മള് ബൾബ് എടുക്കുന്നത്? ബൾബ് നമ്മള് ഇങ്ങനെ തിരിച്ചാ മതി. എങ്ങനെ തിരിച്ചാ മതി? കൊള്ളാമല്ലോ. നിന്റെ കാലം ചെറുപ്പത്തി എങ്ങനെ കളയുന്നത്? നമ്മൾ കാല് വെച്ച് ഇങ്ങനെ തട്ടിക്കളയും. വളരെ നന്നായിരിക്കുന്നു, കൊള്ളാം, മിടുക്കൻ. അന്ന് ഇത് മൂന്ന് ഒരുമിച്ചൊന്ന് ചെയ്തേ. റെഡി? പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട കാര്യമൊന്നും. മോനെ, ഇതാണ് ഡാൻസ്. ചേട്ടാ, ഇനി ഞാൻ പോട്ടെ. ആ പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ സിഗരറ്റ് കൂടെ ഒന്ന് വലിച്ച് നോക്കട്ടെ. ചേട്ടാ, വേണ്ട വേണ്ട, പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ചേട്ടാ പ്ലീസ്, ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല, അത്ര തന്നെ. കോളേജിൽ പോയിട്ട് 2-3 മാസമില്ലായല്ലോ. എന്നാ നിന്റെ സ്വഭാവത്തിന് മാറ്റം? കോളേജിലെ മാറ്റമൊക്കെ വരും. 10ാം ക്ലാസ് പഠിക്കുന്ന അച്ഛനോടൊന്നും പറഞ്ഞിട്ട് എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? മക്കളെ കണ്ടും അമ്മ കണ്ടും ഒരിക്കലും പഴമക്കാർ പറഞ്ഞത് എത്ര സത്യമാണ്. തുടങ്ങി. ഇവരെന്താ എനിക്ക് ഭ്രാന്തി പിടിക്കും. ഞാൻ പോവാ. എടി,
സ്വഭാവത്തിൽ എന്തോ കാര്യമായ മാറ്റമുണ്ടല്ലോ. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. എന്താ ഒരു ദേഷ്യം? നമ്മുടെ ആ പഴയ മനമോനെ അല്ല അവരിപ്പോ. അതെ, ഏത് ദിവസങ്ങളിൽ റൂമിൽ തനിയെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് അറിയില്ല, എന്റെ മനസ്സിലൊരു പടച്ചു. ദൈവമേ, എന്താണോ ഞങ്ങളുടെ മരുമോൻ? എടിയാ ഫോണെന്ന് എടുത്തേ. ഹലോ, ആരാണ്? അതെ, മനുവിന്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ്? എന്ത്? വിളിച്ചിരുന്നു. ഹലോ, ഹലോ, മോനെ, മോനെ, എന്ത് പറ്റി? നമ്മുടെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താ പറയുക? നീ മോനെ, നീ ഒന്ന് സമാധാനിക്ക്, നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. Yes, come in. ഇരിക്കൂ. എന്താണ്? സാർ, എന്റെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ ഫോൺ വന്നു. ഓ യെസ്, മനോഹരൻ. അതെ സാർ, അവിടെ എന്താ പറ്റിയത്? എന്തു പറ്റാനാ? പണം കൊടുത്ത് മോനെ കോടതിയിൽ അയക്കുമ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി അല്ലേ? സാർ, എന്താ സാർ, ഒന്ന് തെളിച്ചു പറ. മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒന്ന് വിലക്കാരല്ലോ. സാർ, എന്റെ മോനോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്പസ്വല്പം മദ്യം ഞാൻ കഴിക്കും, പക്ഷെ അവനെ ഞാൻ ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഹേ മിസ്റ്റർ, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അദ്ദേഹത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ ജീവൻ പോയപ്പോൾ മകനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ. എന്ത്? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? വഴിവെക്കിക്കിടന്ന നിങ്ങളുടെ മകനെ ആരോ എത്തിച്ചതാണ്. മനോന്റെ മൊബൈലിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ ലഭിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകൻ ഇപ്പോൾ ക്യാൻസർ. എന്റെ മകന് ക്യാൻസറോ? അതെ, ബട്ട് നൗ ഇറ്റ് ഈസ് ക്രിട്ടിക് സ്റ്റേജ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പോയ എത്രയോ അച്ഛനമ്മമാർ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. ആ കഷ്ടപ്പാടിന് വില അറിയാതെ ലഭിക്കുന്ന പണം ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ ദൂർത്തടിക്കുവാൻ അവർ ഉപയോഗിക്കുന്നു. ഫലമോ ലക്ഷ്യം നഷ്ടപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നു. സാർ, ഈ പറയുന്നതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അവന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട് വേദനിക്കുന്ന അവന്റെ അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? ഈശ്വര, ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളിലാണ്. നമുക്ക് ചികിത്സിക്കാൻ മാത്രമേ കഴിയൂ. മോനെ, മനു, മോനെ, മോനെ, എന്ത് പറ്റി നമ്മുടെ മോനെ? എന്ത് പറ്റി? എന്നെ പറയൂ. നീ വിഷമിക്കരുത്. നമ്മുടെ മോന് നമ്മുടെ മോനെ, എന്ത് പറ്റി അവന്? അവന് ക്യാൻസറാണ്. ദൈവമേ, ഞാനെന്തൊക്കെ? ഇല്ല, എനിക്ക് സഹിക്കാനാവുന്നില്ല. മോനെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നശിച്ച പാത പിന്തുടരുന്ന എന്റെ ജീവനും അത് കണ്ടുപിടിച്ച് എന്റെ മോൻ. ദൈവമേ, ലഹരിയുടെ ലോകത്ത് ഞാൻ ജീവിച്ചപ്പോ എന്റെ കാഴ്ചപ്പെട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം തകർത്ത ഈ മദ്യം ഇന്നു മുതൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈ ദുർഗതി ഒരു കുടുംബത്തിൽ വരാതിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെ എത്ര കുടുംബങ്ങളാണ് ലഹരിയുടെ കണ്ണീർ കയറ്റിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളുടെ താഴ്വീരാക്കുമ്പോൾ വാർദ്ധക്യത്തിൽ താങ്ങാകേണ്ട മക്കൾ അകാല മൃത്യു അടയുമ്പോൾ പകച്ചു നിൽക്കുവാനേ മനുഷ്യന് കഴിയുന്നു. കുടുംബ ബന്ധങ്ങളുടെ നെടുന്തൂണാകേണ്ട ആധുനിക യുവതലമുറ മയക്കുമരുന്നുകളുടെ കൊടുങ്കാറ്റിൽ നിലംപതിക്കുകയാണ്. ഇനിയും മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കണ്ടത് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ആഹ്ലാദം അലതല്ലുന്ന സന്തുഷ്ട കുടുംബങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ പടുത്തുയർത്താം.